വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റെപ്ലിക്കേഷൻ ആണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ റെപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണെന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ക്ലാസ് ഒന്ന് പോയി കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സോ പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലെ കമ്പാരിസണും കൂടി ആ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പ്രൊകാരിയോട്ടിക് റെപ്ലിക്കേഷനിലുള്ള ഇനീഷ്യേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നത്. ആദ്യമായിട്ടാണല്ലോ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള HSST ബോട്ടണി ആയിക്കോട്ടെ, സെറ്റ് എക്സാം ആയിക്കോട്ടെ, ഡിഗ്രി PG ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, എല്ലാ ടോപ്പിക്സിനും ആവശ്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഈ ഒരു ക്ലാസ്സിൽ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നമുക്ക് പ്രോകാരിയോട്സിൽ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓവറോൾ ആ ഒരു റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പം അതിൽ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തേത് ഇനീഷ്യേഷൻ, ദെൻ ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. സോ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട പ്രോസസ്സാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇനീഷ്യേഷൻ ആണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു പ്രോകാരിയോട്സ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ഈക്കോളൈ ആണ്. ഓക്കെ, ഈക്കോളൈ ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. സോ ഒരു ഈക്കോളൈയുടെ അല്ലെങ്കിൽ പ്രോകാരിയോട്സിന്റെ DNA എന്ന് പറയുന്നത് എങ്ങനെയുള്ള DNA ആണ്? സർക്കുലാർ DNA എന്ന് വെച്ച് കംപ്ലീറ്റ് റൗണ്ട് അല്ല, ഇതേപോലെ കോയിലിംഗ്, സൂപ്പർ കോയിലിംഗ് ഒക്കെ നടന്നിട്ടാണ് ആ ഒരു DNA ഫോർമേഷൻ നടക്കുന്നത്. ഈ ഒരു സർക്കുലാർ ആയിട്ടുള്ള DNAയിലാണ് നമ്മുടെ റെപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റെപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കാൻ അതിനും കുറേ എൻസൈംസ് ആവശ്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു പ്രോസസ്സിലോട്ട് പോവാം. ഈ ഒരു പ്രൊകാരിയോട്ടിന്റെ റെപ്ലിക്കേഷനിൽ ആ ഒരു റെപ്ലിക്കേഷൻ പ്രൊകാരിയോട്ടിലായിക്കോട്ടെ യൂകാരിയോട്ടിലായിക്കോട്ടെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറി സൈറ്റിൽ വെച്ചാണ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ORIC എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന സൈറ്റിൽ വെച്ചിട്ടാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ORIC അവിടെ വെച്ചിട്ടാണ് ഈ ഒരു റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പ്രൊകാരിയോട്സ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ ചില സ്ഥലങ്ങളിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ കാണുന്നുണ്ട്. 4 ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തേക്കുന്നതാണ് 4 ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഈ ഓരോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനും 9 ബേസ് പെയർ ലോങ് ആയിട്ടുള്ള ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം അങ്ങനെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു എൻസൈം വേണം, DNA എന്ന് പറയുന്ന എൻസൈം വേണം. അപ്പോൾ ഈ ഒരു DNA-ക്ക് ബൈൻഡ് ചെയ്യാനുള്ള ബൈൻഡിങ് സൈറ്റ്സ് ഈ 4 എവിടെയുണ്ട്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റിലുണ്ട്. ഈ ഒരു DNA ബോക്സസ് എന്നാണ് ഇതിന് പറയുക. ഈ DNA ബോക്സസിൻ്റെ അകത്ത് DNA-ക്ക് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള കുറേ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു DNA വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇനീഷ്യേഷൻ പ്രോസസ്സും അതിനുശേഷമുള്ള സെപ്പറേഷൻ, അതായത് നമ്മുടെ ഡബിൾ സ്ട്രാൻഡ്, ഇങ്ങനെയുള്ള 2 ഡബിൾ സ്ട്രാൻഡ് ആയിട്ടുള്ളതിനെ നൈട്രജൻ ബേസ് വെച്ചിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ളത് അതിനെ ബ്രേക്ക് ചെയ്യണം. ആ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ DNA വന്നിട്ട് സ്പെസിഫിക്കലി ഈ ഒരു റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഈക്കോളൈനകത്ത് ആക്ച്വലി 11 DNA ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട്. അതിൽ 11 DNA-യിലും വന്നിട്ട് ഈ ഒരു DNA വന്ന് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്ത DNA ADP ATP അങ്ങനെ എനർജിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വന്ന് ബൈൻഡ് ചെയ്തതിന് ശേഷമാണ് ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ DNA വന്ന് ബൈൻഡ് ചെയ്യുമ്പം അവിടെ നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ആണ് നടക്കുന്നത്. അവിടെ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാണ്, അതായത് മുറുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തണമെങ്കിൽ DNA ആവശ്യമാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇതേപോലെ കുറേ DNA എൻസൈംസ് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തു. ഓക്കെ, ഓരോന്നിൻ്റെ അകത്തും കുറേ DNA എൻസൈം വന്ന് ബൈൻഡ് ചെയ്തു സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് 13 ന്യൂക്ലിയോടൈഡ് ബേസ് പെയർ ലോങ് ആയിട്ടുള്ള ഒരു റീജിയനും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു റീജിയൻ എന്തിനു വേണ്ടിയിട്ടാണ്? DNA-B എന്ന് പറയുന്ന എൻസൈം വന്ന് ബൈൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു DNA-Bനെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം DNA വന്ന് ഇവിടെ ബൈൻഡ് ചെയ്യണം. സോ അതിൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ള ആ ഒരു റീജിയനിലേക്ക് DNA-B അല്ലെങ്കിൽ ഹെലിക്കേസ് എൻസൈമാണ്. അപ്പോൾ ഹെലിക്കേസ് എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താ? ഹെലിക്കേസ് എന്ന് വെച്ചാൽ അതൊരു കത്രികയാണ്. നമ്മൾ ഈ ഒരു ഡബിൾ സ്ട്രാൻഡിനെ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ എന്താ? നൈട്രജൻ ബേസസ് AT റിച്ച് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് ഇത്. ഇതെന്ന് പറയുന്നത് ഒരു AT റിച്ച്, അഡിനിൻ തൈമിൻ റിച്ച് ആയിട്ടുള്ള റീജിയൻ ആണ്. അപ്പോൾ ഇവിടെ ഹെലിക്കേസ് വന്നിട്ട് ബൈൻഡ് ചെയ്യുമ്പം ഈ ഒരു റീജിയൻ സ്പ്ലിറ്റ് അപ്പ് ആണ്, 2 സ്ട്രാൻഡ് സ്പ്ലിറ്റ് അപ്പ് ആണ്. അതായത് നമ്മുടെ നൈട്രജൻ ബേസസ് തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണല്ലോ DNA സ്ട്രാൻഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു നൈട്രജൻ ബേസസ് തമ്മിൽ
ഹൈഡ്രജൻ ബോണ്ടാണ് ഉള്ളത്. അപ്പോൾ ആ ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന ആളാണ് ഹെലിക്കേസ് അല്ലെങ്കിൽ DNA-B എന്ന് പറയുന്നത്. പക്ഷേ ഇയാൾക്ക് ഒറ്റയ്ക്ക് ഈ ഒരു റീജിയനിൽ പോയി ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ബൈൻഡ് ചെയ്യണമെങ്കിൽ കൂടി ആര് വേണം? DNA-C വേണം. അപ്പോൾ ഇവരുടെ ഒരു സ്ട്രക്ചർ വരച്ചാൽ ഒരു പൂവ് പോലെ ആയിരിക്കും. ഇതേപോലെ കുറേ DNA-B ഹെലിക്കേസ് ഉണ്ടാവും. അതിൻ്റെ നടുവിൽ എന്തുണ്ടാവും? നമ്മളുടെ DNA-C ഉണ്ടാവും. ഓക്കെ, ഈ ഒരു DNA-C ആയിരിക്കും ഇങ്ങനെ കുറേ DNA-C ഒരു പൂ പോലെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള DNA-C ഒരു പൂ പോലെ സ്ട്രക്ചർ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ സ്ട്രാൻഡിൽ ഇങ്ങനെ പോയിട്ട് ബൈൻഡ് ചെയ്യുക. ഇതൊരു സ്ട്രാൻഡ് ആണെങ്കിൽ ഇതേപോലെ സ്ട്രാൻഡിൽ വന്ന് നിൽക്കുക ചെയ്യുക. അതിന് സ്ട്രാൻഡിൽ വന്ന് നിന്നതിന് ശേഷം അവർ മൂവ് ചെയ്യാണ്. ഏത് റീജിയനിലേക്കാണോ മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ആ ഒരു റീജിയനിലൊക്കെ സെപ്പറേഷൻ ഇങ്ങനെ നടക്കും. DNA-A ഉണ്ട്, DNA-B അല്ലെങ്കിൽ ഹെലിക്കേസ് ഉണ്ട്. അപ്പോൾ DNA-Bക്ക് തനിയെ വന്ന് ഇവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് DNA-C എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടെ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തു. 13 ന്യൂക്ലിയോടൈഡ് 80 റിച്ച് ആയിട്ടുള്ള റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യാണ്. അപ്പോൾ ബൈൻഡ് ചെയ്തതിന് ശേഷം സെപ്പറേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ് സെപ്പറേഷൻ നടന്നിട്ട് ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് പോലെ ഇവിടെ ഇങ്ങനെ ഈ ഒരു റീജിയൻ ഇതേപോലെയാണ് ഉണ്ടാകുക. ഓക്കെ, ഇനി ഇതിങ്ങനെ അൺബൈൻഡ് ചെയ്ത് പോകണം. ആ അൺബൈൻഡ് ചെയ്യുന്ന റീജിയനിൽ തന്നെ എന്ത് നടക്കുക? റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാകുന്ന പോലെ ഇവിടെ ഉണ്ടാകുന്നതാണ് റെപ്ലിക്കേഷൻ ബബിൾ. ഓക്കെ, ഇവിടെ റെപ്ലിക്കേഷൻ ബബിൾ എന്നാണ് പറയുക. നമ്മൾ യൂക്കാരിയോട്ടിലാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുക. ഇവിടെ റെപ്ലിക്കേഷൻ ബബിൾ ഉണ്ടാകുകയാണ്. പ്രൊക്കാരിയോട്സിൽ ഈ എൻസൈമാണ് ഇനീഷ്യേഷന് വേണ്ടി സഹായിക്കുന്നത്. ഇതിന്റെ റെപ്ലിക്കേഷൻ ബബിളും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിനുശേഷമാണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി അവിടെ എന്ത് ആഡ് ചെയ്യണം? പ്രൈമർ വന്ന് ആഡ് ചെയ്യും. ഓക്കെ, ഈ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ബബിൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൈമർ വന്ന് ആഡ് ചെയ്തു. പ്രൈമർ വന്ന് ആഡ് ചെയ്തതിന് ശേഷമാണ് ബാക്കി ഇലോങ്ങേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെയാണ് രണ്ട് ഡോട്ടർ DNA ഉണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് ഇനീഷ്യേഷനിൽ വരുന്ന സ്റ്റെപ്സ്. 3 എൻസൈംസ് ആണുള്ളത്. പിന്നെ ആ ഒരു ബൈൻഡിങ് സൈറ്റ്, ആ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ആ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത് എത്ര ബേസ് പെയർ ലോങ് ആണ്. ഓക്കെ, എങ്ങനെയാണ് നടക്കുന്നത്. സോ ഇതാണ് ഇനീഷ്യേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി അടുത്ത ക്ലാസ്സിലായിട്ട് അതിൻ്റെ ഇലോങ്ങേഷനും ടെർമിനേഷനും പ്രോസസ്സ് ഇടുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.